പേരൂർക്കാട് ആകാശം തന്നെയാണ് ഇന്നത്തെ മാസ്റ്റർ ക്ലാസ് ആകാശം. ആകാശത്തിന്റെ മേലാപ്പിൽ വിവിധ രാഷ്ട്രീയ നിറങ്ങൾ, വർണ്ണങ്ങൾ നിറയുന്നു. അതിന്റെ ആകാശ ദൃശ്യങ്ങൾ നോക്കൂ. അവിടെ നിന്ന് 3 വഴികൾ അവിടെ ഉണ്ട്. ഒരു വഴിയിൽ കൂടി UDFന്റെ പൂരം, ഒരു വഴിയിൽ കൂടി LDFന്റെ ഘടകപൂരം, ഒരു വഴി കൂടി NDA ഘടകപൂരം, 3 പൂരങ്ങൾ കൂടി സംഗമിക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ സംഘം. പക്ഷേ ആ പൂരങ്ങൾ വന്നു തുടങ്ങിയിട്ടില്ല. അതിനു മുമ്പ് പൂരത്തിന് മുന്നോടിയായി നടക്കുന്ന ചെറുപൂരമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ആ ചെറുപൂരം തന്നെ ഒരു വലിയ പൂരത്തിന്റെ പ്രതീതിയാണെങ്കിൽ അല്പസമയം കൂടി 1.5 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും പേരൂർക്കാട് അക്ഷരാർത്ഥത്തിൽ ത്രസിക്കും. അങ്ങനെ അവിടെ പല വിസ്മയങ്ങളിലേക്ക് കാണാനുണ്ട്. ആകാശത്തേക്ക് സ്ഥാനാർത്ഥികളെ ട്രെയിനിലും അല്ലാതെയും ഒക്കെ എടുത്തുയർന്ന കാഴ്ചകൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇക്കുറി അതെന്താണ് എന്ന കാര്യം അറിയില്ല. അവിടെ സ്റ്റേജ് ചെയ്തിട്ടുണ്ട്. സ്റ്റേജിലേക്ക് ആരാണ് വരാൻ പോകുന്ന സർപ്രൈസ് എന്താണെന്ന് അറിയില്ല. അങ്ങനെ കുടമാറ്റത്തിന്റെ സർപ്രൈസ് എന്ന് പറയുന്ന പോലെ പേരൂർക്കടയിൽ എല്ലാ കാലത്തും മുന്നണികൾ പ്രത്യേക സർപ്രൈസുകൾ കാത്തുവെക്കാറുണ്ട്. അതിന്റെ തുടക്കമായിരിക്കുന്നു. ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നു ആകാശ ബലൂണുകൾ, ത്രിവർണ്ണ പതാകകൾ. ജിബിൻ ജെ ബി ചേരുന്നു. രാജീവ് ചന്ദ്രശേഖരനൊപ്പം BJP സംസ്ഥാന അധ്യക്ഷൻ. ജിബിൻ, പറയൂ. ഹാഷ്മി, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വാശിയേറിയ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് നേമം. അവിടുത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറാണ് ഇപ്പോൾ 24 വെച്ചിരുന്നത്. സാർ, ഏറ്റവും വാശിയേറിയ മണ്ഡലം, ത്രികോണ പോരാട്ടം, അതുപോലെ തന്നെ BJP അക്കൗണ്ട് വീണ്ടും തുറക്കുമെന്ന് ഏറെയധികം പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം. എങ്ങനെയാണ് ഇപ്പോൾ ഈ അവസാന നിലപ്പിൽ? ഏറ്റവും വാശിയില്ല മണ്ഡലം ഒന്നും അങ്ങനെ പറയല്ലേ. കാരണം ഞങ്ങൾ കാണുന്നത് 140 മണ്ഡലങ്ങളെല്ലാം വാശിയായിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ഞങ്ങളുടെ വാശി എന്ന് പറഞ്ഞാൽ ജയിക്കാനോ അങ്ങനെ രാഷ്ട്രീയം ചെയ്യാനല്ല. ഞങ്ങളുടെ വാശി എന്ന് പറഞ്ഞാൽ ഇവിടെ വികസിത കേരളം സൃഷ്ടിക്കാനും ഒരു വികസിത രാഷ്ട്രീയം കൊണ്ടുവരാനാണ് ഞങ്ങളുടെ വാശി. അതിനുവേണ്ടി 140 സീറ്റിൽ ഞങ്ങൾ മത്സരിക്കുന്നു, NDA മത്സരിക്കുന്നു. ഇത് കറക്റ്റാണ്. ഞാൻ പേഴ്സണലായിട്ട് ഇവിടെ മത്സരിക്കുന്നു. അത് പാർട്ടീൻ്റെ വാശിയൊന്നുമായിട്ട് കാണരുത്. ഞങ്ങൾ ഇവിടെ മത്സരിക്കുന്നു, അതുപോലെ തന്നെ മറ്റ് മണ്ഡലത്തിലും മത്സരിക്കുന്നു. ഇപ്പോഴും ഇന്ന് രാവിലെ പോലും എതിർ സ്ഥാനാർത്ഥി, അതായത് നിലവിലെ MLA V ശിവൻകുട്ടി പറഞ്ഞത് അദ്ദേഹത്തോടൊപ്പം തന്നെയായിരിക്കും വിജയം. കാരണം അത്രയധികം വികസനങ്ങൾ ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയെന്നാണ്. എന്നാൽ പിന്നെ എന്തിനാണ് ഒരു ഡമ്മി കാൻഡിഡേറ്റ് രാജീവ് എന്ന് പറഞ്ഞ് CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ഡമ്മി കാൻഡിഡേറ്റ് നിർത്തുന്നത്? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ജനങ്ങൾ ഈ 60% നിയമം നിയോജകമണ്ഡലത്തിൽ റോഡില്ല, നന്നായി റോഡില്ല? എന്തുകൊണ്ട് ഇന്നും കുടിവെള്ളം കിട്ടുന്നില്ല? അങ്ങനെയല്ല. നോക്ക്, പറയാൻ എന്തും പറയാം, അവകാശമുണ്ട്. ആർട്ടിക്കിൾ 19 എന്തും പറയാം. പക്ഷെ സത്യം എന്താണെന്ന് ജനങ്ങൾ അറിയാലോ. ഇദ്ദേഹം CPMൻ്റെ സ്ഥാനാർത്ഥിയാണ്. 45 കൊല്ലം കോർപ്പറേഷൻ ഭരിച്ചത് CPM ആണ്. ഇദ്ദേഹം മേയറായിരുന്നു, 2 തവണ MLA ആയിരുന്നു. എന്നിട്ട് ഇന്നും എത്രയോ പ്രശ്നങ്ങൾ ഞാൻ 2 ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 ആഴ്ച സഞ്ചരിക്കുമ്പോൾ എത്രയോ പ്രശ്നങ്ങൾ പരിഹരിക്കാണ്ട് ഇന്നും കിടക്കുന്നു. അല്ല, അങ്ങനെ അദ്ദേഹം ഓഫീസ് വിട്ട് പോകുന്നില്ലെങ്കിൽ ഒന്ന് പോകണം, ഒരു വണ്ടി കയറി പോകണം. MSK നഗർ പോകണം, പാങ്ങോട് വിവേകാനന്ദ നഗർ പോകണം. എത്ര സ്ഥലത്ത് ഞാൻ കൊണ്ടുപോകല്ലോ, പോയി കാണിച്ചു കൊടുക്കാമല്ലോ. ഒരു MLA അല്ലെങ്കിൽ MPൻ്റെ കടമയും ഉത്തരവാദിത്വമാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. അത് ചെയ്തിട്ടില്ല. എന്നിട്ടാണ് ഈ ഇലക്ഷൻ്റെ 2 ദിവസം മുമ്പേ ഓരോന്ന് വന്ന് പറയുന്നത്. ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് നേരിടുകയാണ് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഇന്നുമുള്ള പ്രധാന ആരോപണം. എല്ലാം എന്നെക്കുറിച്ച് ലോക്സഭയിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി പറഞ്ഞു, പിന്നെ ആ കേസ് ഫയൽ ചെയ്തു. അതെല്ലാം നോക്കൂ. ഒന്നും പറയാനില്ല, ഒന്നും ചെയ്യാനില്ലാത്ത സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? ഓപ്പോണൻറ്റിനെ ടാർഗറ്റ് ചെയ്യുക. ഞങ്ങൾ വ്യക്തിപരമായ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഒരു വാക്ക് ഞങ്ങൾ നെഗറ്റീവായിട്ട് ആരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? ഇല്ല. കാരണം ഞങ്ങളുടെ രാഷ്ട്രീയം ജനങ്ങളെ സേവിക്കാനാണ്. ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാൻ അവർ മുമ്പ് ഒരു കാഴ്ചപ്പാട് വെക്കുന്നു, ഒരു മാർഗരേഖ വെക്കുന്നു. ഞങ്ങൾക്കൊരു അവസരം തന്നാൽ ഇതെല്ലാം ഞങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, കഴിവുണ്ടെന്ന് ഞങ്ങൾ പറയുമ്പോൾ ഓരോന്നും ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് പറയണം? ഇവരെല്ലാം മുതിർന്ന നേതാവുമാരാണ്. ഇന്നും ഇലക്ഷൻ്റെ 4 ദിവസം മുമ്പേ നുണ പറഞ്ഞ് നുണയെ പ്രചരിപ്പിച്ച് ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രീയം ഞാൻ കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അവസാനത്തെ ഒരു കാര്യം, അതായത് സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ്. അപ്പോൾ ഏറ്റവും നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പാണ്. BJP എത്ര സീറ്റ് വരെ നേടും? അല്ല, നോക്കൂ, ഇത് എന്നോട് എത്രയോ ഇലക്ഷനിൽ എത്രയോ പേര് ചോദിച്ചതാണ്. ഞാനത് ഒരു പ്രെഡിക്ഷൻ ബിസിനസ് ഇല്ല. ഞാൻ അങ്ങനെ വലിയ വിദ്വാനല്ല. ഞാനൊരു സാമാന്യ ബുദ്ധിയുള്ളൊരു വ്യക്തിയാണ്. നന്നായി ഞങ്ങളൊരു മത്സരിക്കുന്നുണ്ട്. 140 നിയോജക മണ്ഡലത്തിൽ BJP NDA മുമ്പോട്ട് വെക്കുന്ന വികസിത കേരളം എന്ന കാഴ്ചപ്പാടും ആ ഒരു മാർഗരേഖം ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായിരിക്കും റിസൾട്ട്, അത് ജനങ്ങളുടെ കയ്യിലാണ് ആ തീരുമാനം. പക്ഷേ ഞങ്ങൾ ആത്മാർത്ഥമായി ജനങ്ങളെ സേവിക്കാനും നാടിനെ നന്നാക്കാനും നാട്ടുകാരുടെ ജീവിതത്തിൽ വ്യത്യാസവും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആണ് ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്തിരിക്കുന്നത്. ഇനി തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. അത് ഞങ്ങൾ ഏറെ ബഹുമാനത്തോട് വെയിറ്റ് ചെയ്യും.
ഏപ്രിൽ 9 അവർ വോട്ട് ചെയ്യും, മെയ് 4 റിസൾട്ട് തരും. അത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. പ്രചരണത്തിന്റെ ഭാഗമായി മണ്ഡലത്തിലും അതുപോലെ തന്നെ സംസ്ഥാനത്തും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ജനങ്ങളാണ് അത് തീരുമാനിക്കേണ്ടതെന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഈ അവസാന നിമിഷവും പറയുന്നത്. ഷൈജു ചാവശ്ശേരിക്കൊപ്പം ജിബിൻ JB, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.